ശനിയാഴ്ച നറുക്കെടുത്തിരിക്കുന്ന കാരുണ്യ ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. അത് ഞാൻ വിറ്റ ടിക്കറ്റിനാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. ഞാൻ സാധാരണ ആളുകളുടെ കയ്യിലേക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവരിൽ ഏത് നമ്പറാണ് എടുക്കുന്നത് എന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആരാണ് എന്ന് ടിക്കറ്റ് അടിച്ചിരിക്കുന്ന വ്യക്തിയെ എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ വിറ്റ ടിക്കറ്റാണെന്നുള്ളത് കൃത്യമാണ്. കാരണം ടിക്കറ്റ് ആ നമ്പർ ഞാനാണ് വിറ്റിരിക്കുന്നത്. അത് 12 നമ്പർ സീരീസ് ആണുള്ളത്. ആ 12 സീരീസുകളും ഞാൻ തന്നെയാണ് വിറ്റിട്ടുള്ളത്. സ്റ്റേറ്റ് ലോട്ടറി ഓഫീസിൽ നിന്ന് എല്ലാ ജില്ലയിലേക്കും ടിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആ ഓരോ ജില്ലയിലേക്കും പോകുന്ന ടിക്കറ്റുകളുടെ ലിസ്റ്റ് മാത്രമാണ് നമ്മുടെ സ്റ്റേറ്റ് ഓഫീസിലുള്ളത്. എന്നാൽ ആ ജില്ലയിൽ നിന്ന് മറ്റ് ജില്ലകളിലേക്ക് ഉള്ള ഏജൻസികൾ ടിക്കറ്റ് കളക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ എൻ്റെ അറിവനുസരിച്ചാണെങ്കിൽ കേരളത്തിൻ്റെ 14 ജില്ലകളിലെയും ടിക്കറ്റ് ലഭിക്കും. അത് ഏജൻസികൾ മുഖാന്തരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ടിക്കറ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ടിൽ കാണിക്കുന്നത് സ്ഥലം, ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ ടിക്കറ്റ് തിരുവനന്തപുരത്തായിരിക്കണം എന്നത് യാതൊരു നിർബന്ധവുമില്ല. അത് സെയിൽ ചെയ്തിരിക്കുന്ന ഏജൻസിക്ക് മാത്രമേ പറയാൻ പറ്റൂ അത് എവിടെയാണ്, ആരാണ് സെയിൽ ചെയ്തതെന്നും ഏജൻസിക്ക് പറയാൻ പറ്റും. അതായത് എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് രാവിലെ 6:50 ഞാൻ കൃത്യമായും എല്ലാ ദിവസവും ഇളംകുളത്ത് എത്തുകയും ക്ഷേത്രത്തിലേക്ക് ഞാൻ കയറി തൊഴാറില്ല, റോഡിൽ നിന്നുകൊണ്ടാണ് ഞാൻ തൊഴുന്നത്. പക്ഷേ ഇളംകുളം ഭഗവാന്റെ മുൻപിൽ നിന്നാണ് ഞാൻ ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ലോട്ടറി ബിസിനസ് ആരംഭിച്ച നിമിഷം മുതൽ ഞാൻ ഇളംകുളത്ത് എപ്പോഴും പറയാറുണ്ട്, ഒരു നല്ല സമ്മാനം 2025 തന്നെ ഞാൻ കൊടുക്കുന്ന ടിക്കറ്റിലൂടെ ലഭിക്കും എന്നുള്ള എനിക്കൊരു ശുഭാപ്തി വിശ്വാസമുണ്ടായിരുന്നു. ഏതായാലും എൻ്റെ ആ വിശ്വാസം ഭഗവാൻ ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ശനിയാഴ്ച തന്നെ അത് നടപ്പിലാക്കി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം പോലും ആരംഭിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. നാളെയും അങ്ങനെ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഏതായാലും ഇളംകുളം ഭഗവാൻ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരു ദേവനാണ് എന്ന് വർഷങ്ങളായി എനിക്ക് അനുഭവമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഞാൻ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ശ്രീചേട്ടൻ വിറ്റ ടിക്കറ്റിനാണ് 1ാം സമ്മാനം അടിച്ചിരിക്കുന്നതെന്ന് കേട്ടല്ലോ. അതെ. ഭാഗ്യവാനെ കണ്ടെത്തിയോ? ഇല്ല, ആരാണെന്നറിയില്ല. കാരണം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇളംകുളം അമ്പലം മുതൽ പൊൻകുന്നം ടൗൺ വരെ ഞാനിങ്ങനെ നടന്നാണ് വിൽക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ബൈക്ക് യാത്രക്കാർ വരും, കാർ യാത്രക്കാർ വരും, ഇങ്ങനെയൊക്കെ വരും. ഇതെല്ലാം ഓരോ ടിക്കറ്റ് ചെയ്താണ് പോയിരിക്കുന്നത്. പക്ഷേ 12 ടിക്കറ്റ് ഒന്നിച്ചായിരുന്നുവെങ്കിൽ നമ്മൾ ഓർത്തിരിക്കും. 12 സെറ്റായിട്ട് എടുക്കുന്ന ആളുകൾ നമ്മൾ ഓർത്തിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് ഹെൽമെറ്റ് വെച്ച് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ആളുകൾ നമ്മൾ അറിയാൻ പറ്റില്ല. അങ്ങനെ ഓരോ ടിക്കറ്റ് ചെയ്താണ് പോയിരിക്കുന്നത്. രാവിലെ ഇവിടുന്ന് പൊൻകുന്നം വരെ അല്ലേ ശ്രീചേട്ടൻ ടിക്കറ്റ് കൊടുക്കുന്നത്? പൊൻകുന്നം വരെ. ഇതിനുള്ളിൽ ഉള്ള ഇനിയും വഴിയാത്രക്കാരാണോ, ഇവിടെയുള്ള പ്രദേശവാസികളാണോ എന്ന്? അതെ, അല്ല വാഹന യാത്രക്കാരെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ പഞ്ചായത്തിന് വെളിയിലുള്ള ആളുകളോ ജില്ലയ്ക്ക് വെളിയിലുള്ള ആളുകളോ ഒക്കെ ആവാം. അതായത് ടിക്കറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള താമസം വരുന്നത് കാരണം നമുക്ക് ശനിയാഴ്ച 4:15 റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് അവധിയാണ്. തൊട്ടടുത്ത ദിവസം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച പൊതുവെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ബാങ്ക് അവധിയാണ്. പിന്നെ ഇന്ന് തിങ്കളാഴ്ച ബാങ്ക് തുറന്ന് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കണേ 10 മണിയാകണം. അപ്പോൾ 10 മണിക്ക് ശേഷം ഏതെങ്കിലും ബാങ്കിൽ ആ ടിക്കറ്റ് സറണ്ടർ ചെയ്തിരിക്കാം. മിക്കവാറും ഇന്ന് തന്നെ നമുക്ക് ആ ഭാഗ്യവാനെ അറിയാൻ പറ്റില്ല. കാരണം ടിക്കറ്റ് അടിച്ചിരിക്കുന്ന ഉടമസ്ഥൻ്റെ അവകാശമില്ലാതെ, അനുവാദമില്ലാതെ ആളിൻ്റെ പേര് പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആളിന്ന് സ്വമേധയാ ബാങ്കിൽ ബാങ്കുകാർക്ക് പറയാം ടിക്കറ്റ് സറണ്ടർ ആയിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ആളിനെ പബ്ലിഷ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുവാദം വേണം എന്നാണ്. അതാണ് എൻ്റെ അറിവല്ല. എൻ്റെ അറിവെല്ലാം പൂർണ്ണമായിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം. ചേട്ടന് ഈ ടിക്കറ്റ് ചേട്ടൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം കാണുമ്പോൾ പറയുമായിരുന്നു. തീർച്ചയായിട്ടും ഒരു നല്ല സമ്മാനം ഈ ഇളംകുളത്തിൻ്റെ മണ്ണിൽ എൻ്റെ കൈ കൊണ്ട് ലഭിക്കും എന്ന് ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ എല്ലാ ദിവസവും പറയുന്നത്. ഭഗവാനാണ് പൂർജ്യം, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ജോലി ചെയ്താലും ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടണം. എല്ലാവരും പറയും ഭയങ്കര കഷ്ടപ്പെടണമെന്ന് പറയും. പിന്നെ അത് എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 4 പിടിയിലുകളുണ്ട്. 4 പിടിയിലുകളിൽ 1ാമത്തെ പിടിയിൽ ഞാൻ ഈ ലോട്ടറി കച്ചവടത്തിലേക്ക് വന്ന് ഞാൻ പെട്ടുപോയി എന്ന് ഞാൻ വിചാരിച്ചാൽ. കാരണം ആദ്യ ദിവസം നമ്മൾ ടിക്കറ്റ് എടുത്ത് അത് വിൽക്കാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ പെട്ടുപോയി എന്ന് വിചാരിച്ചു. പക്ഷേ അല്പം കഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വിൽക്കാൻ പറ്റി. അപ്പോൾ 2ാമത്തെ പിടിയിലാണ് കഷ്ടപ്പാട്. ഇതിൽ നിന്ന് നമുക്ക് എടുക്കാമോ? എടുക്കാം. 3ാമത്തെ പിടിയിലെന്ന് പറയുന്നത് നമ്മളെ കഷ്ടപ്പാടിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുക. കാരണം ഇതിൽ കൂടെ നമുക്ക് ഡെയിലി ഒരു വരുമാനം കിട്ടാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മളതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഭഗവാനും കാലാവസ്ഥയും എല്ലാം അനുകൂലമായി വന്നപ്പോൾ ഫസ്റ്റ് പ്രൈസ് അടിച്ചു. അതിൻ്റെ കമ്മീഷൻ കിട്ടി, ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അതിന് കമ്മീഷൻ എങ്ങനെയാണ്? ഇതിൻ്റെ കമ്മീഷൻ എനിക്ക് ലഭിക്കുന്നത് 10% ആണ് എന്നാണ് എൻ്റെ അറിവ്.
ആ അതും പൂർണ്ണമായിട്ട് എനിക്കറിയില്ല എത്ര ലഭിക്കുമെന്ന്. എന്തായാലും ഒരു 1-2 ആഴ്ചകൾക്കുള്ളിൽ അത് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. കാരണം അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഏതൊരു ജോലി ചെയ്താലും അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമ്മൾ പെട്ടുപോയി എന്ന് തോന്നും. ഒന്നാമത്തെ പിടിയിൽ. രണ്ടാമത്തെ പിടിയിലെന്ന് പറയുന്നത് കഷ്ടപ്പാട്, തീർക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാട്. മൂന്നാമത് അതിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, ഇപ്പം രക്ഷപ്പെട്ടു. അതാണ് നാലാമത്തെ പിടിയിൽ. അതിനുള്ള ഫലം അതെ, തീർച്ചയായും സാധിക്കട്ടെ എന്ന് അല്ലേ എത്രയും പെട്ടെന്ന്. എനിക്ക് പറയാനുള്ളതാണ്, എനിക്ക് കേരളത്തിലുള്ള മുഴുവൻ ലോട്ടറി വ്യാപാരികളോട് എനിക്ക് പറയാനുള്ളതാണ്, നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് നടന്നാണ് നമ്മളിത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് സെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരു സേവനം കൂടിയാണ്. അപ്പോൾ ആ കഷ്ടപ്പാടിനെ നമ്മൾ വളരെയേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ എപ്പോഴെങ്കിലും രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു, ഒരു സംശയവുമില്ല. ഇതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കാണാം. എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വൈഫ്, 3 കുട്ടികൾ, അമ്മ, ഇതാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്നത്. അതിൽ എനിക്ക് 2 പെൺകുട്ടികളും ഒരു മോനുമാണുള്ളത്. മോന് ടോറസ് ഓടിക്കുന്ന ഡ്രൈവറാണ്. മോള് ഒരാൾ ജേർണലിസ്റ്റാണ്, ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അതായത് കേരള എക്സ്പ്രസ് എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ന്യൂസ് റീഡറാണ്. രണ്ടാമത്തെ പെൺകുട്ടി എന്ന് പറയുന്നത് അവൾ ജോലി ചെയ്യുന്നത് ഭോപ്പാലിലാണ്, ആയുർവേദ തെറാപ്പിസ്റ്റാണ്. പിന്നെ ഉള്ളത് വൈഫും അത്യാവശ്യം ജോലിക്ക് പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്ഥിര ജോലിയൊന്നുമല്ല, താൽക്കാലിക ജോലികൾക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ.